സോളുകളെ സംബന്ധിച്ചിട്ട് നമ്മൾ വിചാരിക്കുന്നില്ല, മില്യൺ കണക്കിന് സോളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. എന്നാണോ മോഹൻലാൽ ഒരു നടനാണെന്ന് വിശ്വസിക്കുന്നത്, അന്ന് ലാലേട്ടൻ തകരും. ഞാനൊരു സൂപ്പർ സ്റ്റാറാണ്, ഞാൻ ഭയങ്കര അടിപൊളിയാണ്, ഞാൻ ഭയങ്കര സെറ്റപ്പാണ്, ഞാൻ അഭിനയിക്കുന്ന എല്ലാ സിനിമയും അടിപൊളിയാവണമെന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇന്ന് കാണുന്ന ലാലേട്ടൻ നമുക്ക് കാണാൻ പറ്റും. എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന സോളാണ്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആരൊരു മാധ്യമപ്രവർത്തനമായിരുന്നു, ഞാനൊരു ആങ്കറായിരുന്നു, ജേർണലിസ്റ്റായിരുന്നു, ഇതെല്ലാമായിരുന്നു. അതിൽ നിന്നാണ് ഞാൻ ഈ മേഖല പോയിന്റിൽ എത്തുന്ന വരെ നമ്മൾ ഭയങ്കര അഹങ്കാരികളാണ്. ആ ഒരു വിശുദ്ധി നമ്മുടെ വീടിൻ്റെ അകത്ത് നമ്മൾ കണ്ടെത്തിയിരുന്നെങ്കിൽ നമ്മുടെ വീട് എങ്ങനെയായി മാറി. അങ്ങനെയാണെങ്കിൽ അത് എന്ത് ദൈവമോ? അവിടെ പോയി നേർച്ചിട്ടാൽ മാത്രമാണ് ദൈവം കേൾക്കുള്ളൂ. ഈ ഡ്രാമ കളിച്ചിട്ട് ദൈവത്തിൻ്റെ അടുത്ത് പോകേണ്ട വല്ല ആവശ്യമുണ്ടോ? കരഞ്ഞ് സങ്കടപ്പെട്ട് നിലവിളിച്ച് നെഞ്ചത്തിടിച്ച് ദൈവത്തിന് അങ്ങ് ഇത് എവിടെ നിന്നാണ് കിട്ടുന്നത്? എനിക്ക് പരീക്ഷയ്ക്ക് മാർക്ക് വേണം, അതിന് പഠിക്കണം. കഴിവുള്ളവൻ രക്ഷപ്പെടും, കഴിവില്ലാത്തവൻ നശിച്ചു പോകും. അമ്പലത്തിൽ നിന്ന് താലി കെട്ടിയെന്ന് കരുതി ആ കല്യാണം നന്നാവണം. പള്ളിയിൽ അമ്പലത്തിൽ പോകുന്നതുകൊണ്ടൊന്നും പ്രശ്നമില്ല, പക്ഷെ അത് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാവും. അതായത് കുട്ടിച്ചാത്തൻ്റെ രൂപം പറഞ്ഞിട്ട് എന്തായാലും കുട്ടിച്ചാത്തൻ ചമ്മിപ്പോവും. അവിടെ വന്ന് നമ്മളെ ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല, നമ്മളെ അടുത്ത് ചെല്ലുമ്പോൾ ആളുകൾക്ക് ഒരു വൃത്തിയായിട്ട സ്മെല്ലായിരിക്കും, നമ്മുടെ സംസാരം ഇഷ്ടപ്പെടില്ല, നമ്മൾ പെരുമാറുന്നത് ഇഷ്ടപ്പെടില്ല. പള്ളിയിൽ അമ്പലത്തിലൊക്കെ പോകും, പക്ഷെ വലിയ കാര്യമില്ല, നമ്മൾ ഫുള്ള് നെഗറ്റീവാവും. അവസാനം നമ്മൾ മരണത്തിലോട്ടായിരിക്കും നമ്മൾ എത്തുന്നത്. ഇതാണ് പൊതുവേ ഇത്തരത്തിലുള്ള കേസുകൾ സംഭവിക്കുന്നത്. ഏതൊരു എക്സോസിസവും ഏതൊരു നെഗറ്റീവായ സോൾ ബാധിച്ച ആളുകളും അവസാനം ചെന്നെത്തുന്ന മരണത്തിലോട്ടാണ്. നമ്മൾ ബൈബിൾ എടുത്ത് നോക്കി കഴിയുമ്പോഴേ ഇതിനകത്തെല്ലാം ഇതുണ്ട്. ജീസസ് ക്രൈസ്റ്റ് ചെകുത്താൻ, പിശാച് ബാധിതരെ സുഖപ്പെടുത്തിയ കഥകൾ, ഈ പറയുന്ന എല്ലാ മതങ്ങളിലും ഈ പറയുന്ന കാര്യങ്ങൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ആ സോളിനെ വിളിച്ച് പുറത്തേക്ക് ഇറത്തിയതിന് ശേഷമാണ് അടുത്ത പ്രോസസ്സ് ഇരിക്കുന്നത്. കുടിയിരുത്തലൊക്കെ വളരെ കഴിവുള്ള സിദ്ധിയുള്ള ആളുകൾക്ക് മാത്രം ചെയ്യാൻ പറ്റില്ല. കൂടോത്രം ചെയ്യണം, മന്ത്രവാദം ചെയ്യാം. അഭിരാമിയുടെ കൂടെയുള്ള ഒരാളെ നശിപ്പിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യത്തിലാണ് നമ്മളെല്ലാവരും ജനിക്കുന്നത്. ഈ ഒരു കോഴ്സ് മതി നമുക്ക് ഒരാളെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി. സോള് ബാധിച്ചു എന്ന് പറയുന്നത് 90% മാനസികാവസ്ഥയാണ്, ഹാലൂസിനേഷനാണ്. 10% മാത്രമേ റിയലുള്ളൂ. ഈ 10% റിയൽ കേസുകൾ വന്നു കഴിഞ്ഞാൽ ആദ്യം സംഭവിക്കുന്നത് കംപ്ലീറ്റ് ഇലക്ട്രിസിറ്റി കട്ടാവും ഹോളിൻ്റെ അകത്ത്. അടുത്ത നിമിഷം അവിടെ നിൽക്കുന്ന ആളുകൾ മുഴുവൻ നെഗറ്റീവായി സോളുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ ഒന്നിങ്ങനെ സോള് പറയും, എനിക്ക് പോകാൻ പറ്റില്ല, ഇനി ഞാൻ പോകണമെങ്കിൽ എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്ത് തരേണ്ടി വരും എന്ന് പറയും. ഈ കപ്പേളകളിൽ ഇരിക്കുന്ന പുണ്യാളന്മാർ മുഴുവൻ ആത്മാക്കളാണ്. സ്പിരിച്വൽ ഹീലേഴ്സിന് ഏറ്റവും വലിയ അപകടം. മരണം ഒട്ടും സുഖകരമായിരിക്കില്ല.